മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ വികസനത്തിൽ നേട്ടമുണ്ടാക്കിയത് പാർട്ടിക്കാർ മാത്രമെന്ന് ചടയമംഗലത്തെ UDF സ്ഥാനാർത്ഥി MM നസീർ. എടുത്തു പറയത്തക്ക ഒരു വികസനവും മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ലെന്നും MM നസീർ പറഞ്ഞു. ചടയമംഗലത്തെ UDF സ്ഥാനാർത്ഥി MM നസീറാണ് 24-നൊപ്പമുള്ളത്. ചടയമംഗലത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയുണ്ട്? ചടയമംഗലത്ത് തെരഞ്ഞെടുപ്പ് ചൂടും രൂക്ഷമാണ്, അതുപോലെ അന്തരീക്ഷവും രൂക്ഷമാണ്. പക്ഷേ UDF ഇത് രണ്ടിനെയും അനായാസം വളരെ കൂളായിട്ട് നേരിടുകയാണ്. ഇപ്രാവശ്യം ഞങ്ങൾ ഈ മണ്ഡലത്തെ മറിക്കും, തൂക്കും. ഈ പറഞ്ഞതുപോലെ ഒരു MLAയും മന്ത്രിയുമുള്ള മണ്ഡലമാണ്. ജെ ചിഞ്ചുറാണിയുടെ വാക്ക് തന്നെ കടമെടുക്കുകയാണെങ്കിൽ ചുവന്ന മണ്ണാണെന്നുള്ളതാണ്. ആ ചുവന്ന മണ്ണിൽ ഇത്തവണ ത്രിവർണ്ണക്കൊടി പാറിക്കാമെന്നുള്ള ആത്മവിശ്വാസത്തിലാണോ? ഈ മന്ത്രിയും MLAയും ആയിരുന്ന ചിഞ്ചുറാണിക്ക് ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് കൊടുക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് ഈ നാട്ടിലെ ജനങ്ങളായിട്ടില്ല, വന്നിട്ടില്ല. അത് അവരുടേതായ ചില പാർട്ടിക്കാരോ അനുഭാവികളോ ഗുണഭോക്താക്കളായിട്ടുണ്ടെങ്കിലും ജനങ്ങൾക്ക് സത്യത്തിൽ അവർ മന്ത്രിയായിരുന്നതിൻ്റെ ഒരു ഫീലിങ്ങും MLA ആയിരുന്നതിൻ്റെ ഫീലിങ്ങും ഇല്ല. പക്ഷെ ചുവന്ന മണ്ണല്ല, ഇപ്പം ഇത് ത്രിവർണ്ണ മണ്ണാണ്, ത്രിവർണ്ണ മണ്ണായി മാറിയിരിക്കുകയാണ്. അത് തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് വരുമ്പം കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം മനസ്സിലാവും. മാറ്റം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ജനാധിപത്യത്തിൽ മാറ്റം അനിവാര്യമാണ്. അധികാരം എന്നും കുത്തകയായാൽ അത് ദുഷിച്ചു പോകും. ഞങ്ങളെ മുദ്രാവാക്യം അതാണ്. ഇടതുപക്ഷ ഭരണത്തിൽ ചടയമംഗലം മണ്ഡലത്തിൽ വലിയ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് UDF സ്ഥാനാർത്ഥി പറയുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ്. ഈ ചുവന്ന മണ്ണിൽ മൂവർണ്ണക്കൊടി പാറും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് UDF സ്ഥാനാർത്ഥി MM നസീർ തന്റെ പ്രചാരണം തുടരുന്നത്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.